Hello. Welcome to market discussion of the day. Today, February 17, 2026, ട്യൂസ്ഡേ ആണ്. സോ പുതിയൊരു മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ്, അതായത് നമ്മുടെ ഫസ്റ്റ് എവർ പെയ്ഡ് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് March 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിനെ കുറിച്ച് പഠിക്കേണ്ട എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. നമ്മുടെ ആദ്യത്തെ ബാച്ചോ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മളൊരു വലിയ ഓഫറിലാണ് ഈ ഒരു പ്രൈസ് പോകുന്നത്. ഓക്കെ, 999 റുപ്പീസ് മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക് കോഴ്സാണിത്. 7 ദിവസത്തെ കോഴ്സാണ്. രാത്രി 8:30 മണിക്കാണ് ഈ ഒരു ക്ലാസ്സസ് നടക്കുന്നത്. 1 hour ക്ലാസ്സസ് ആയിരിക്കും. അതിനുശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു ഫോറം ഉണ്ട്. അതിനുശേഷം ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് 1-to-1 മീറ്റിങ്ങിലോട്ട് നമുക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ച വരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നലെ ഡീറ്റെയിൽ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കാണുക. ഓക്കെ, സോ ബേസിക്കലി എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണമാണല്ലോ മാർക്കറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറൊക്കെ അല്ലേ. സോ ഇപ്പം നമുക്ക് കാണാൻ പറ്റും രാവിലെ ഇന്ത്യൻ ടൈമിങ് ഓൾമോസ്റ്റ് ഇതൊരു 11 മണി 10:30 ക്യാൻഡിലാണിത്. ഓക്കെ, ഒറ്റയടിക്ക് ഓൾമോസ്റ്റ് ഒരു 1000 പിപ്പിൻ്റെയൊക്കെ മൂവ്മെൻ്റ് ആണ് നടന്നത്. ഓൾമോസ്റ്റ് 900 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്. അതായത് ഒരു $1000 ഒരാൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ 0.1 ലോട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ അക്കൗണ്ട് ഇപ്പോൾ വാഷ് ഔട്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാർക്കറ്റിൽ. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. സോ ബേസിക്കലി ഇന്ന് നമുക്ക് US-ഉം ഇറാനും തമ്മിലുള്ള രണ്ടാമത്തെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻഡയറക്റ്റ് ന്യൂക്ലിയർ നെഗോസിയേഷൻ ഇൻ ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് നടക്കുന്നത്. ഓക്കെ, സോ ഇൻഡയറക്റ്റ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നോ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവത്തില്ല. ഓക്കെ, സോ മെസ്സേജിലൂടെയും ഇൻ്റർമീഡിയറ്റ്സ് ത്രൂവും ആയിരിക്കും ഈ ഒരു മീറ്റിംഗ്സ് നടക്കുന്നത്. ഓക്കെ, സോ അതിൽ എന്താ പറയുക US-നെ റെപ്രസെൻ്റ് ചെയ്തിട്ട് സ്റ്റീവ് വിക്കോഫും ജെറാഡ് കുഷ്നറുമാണ് മീറ്റിങ്ങിൽ ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇറാനെ ബേസ് ചെയ്തിട്ട് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആയിരിക്കും ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് സെക്കൻഡ് റൗണ്ട് ഓഫ് മീറ്റിംഗ് ആണ്. ഫസ്റ്റ് മീറ്റിങ്ങിൽ ആക്ച്വലി നല്ല രീതിയിലാണ് നല്ല രീതിയിലൊരു കൺസ്ട്രക്റ്റീവ് മീറ്റിംഗ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഒരു കൺക്ലൂസീവ് മീറ്റിംഗ് അല്ല. സോ ഇന്നത്തെ മീറ്റിംഗ് മീൻസ് ഇന്ന് മുതൽ തുടങ്ങുന്ന മീറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിട്ട് നമുക്ക് നോക്കി കാണുകയും ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, അപ്ഡേറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ്സ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, സോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു മീറ്റിംഗ്, അതും സെയിം ജനീവയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതും ബേസിക്കലി കഴിഞ്ഞ ലാസ്റ്റ് മീറ്റിംഗ് വളരെ നല്ല രീതിയിലുള്ളൊരു മീറ്റിംഗ് ആയിട്ടാണ് കടന്നു പോയിട്ടുള്ളത്. ഓക്കെ, ഫെബ്രുവരി ഇന്നും നാളെയായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, കഴിഞ്ഞ മീറ്റിങ്ങിൽ ഓൾമോസ്റ്റ് 315 പ്രിസണേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്തു, വിട്ടയച്ചു. ഓക്കെ, എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇത് എന്തായിത്തീരും, ഇതൊരു ക്ലോസ്ഡ് മീറ്റിംഗ് ആയിരിക്കും. ഇതൊരു മീഡിയയ്ക്കൊന്നും ഇതിൻ്റെ മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റ്സിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നും കൊടുക്കാത്ത രീതിയിലായിരിക്കും ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സിനെ കുറിച്ച് സംസാരിക്കും. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗ്യാരണ്ടി, അതായത് ഉക്രൈനിലുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ പ്രിസണേഴ്സ് സ്വാപ്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ വട്ടം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു നടന്നത്. അവിടെ പ്രിസണേഴ്സിനെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമുക്ക് ബേസിക്കലി പോസിറ്റീവാണുള്ളത്. സോ ഇതെല്ലാം ആക്ച്വലി എന്താ പറയുക, ഒരു അൺസർട്ടൺ സിറ്റുവേഷനിൽ നിന്നും ഒരു സർട്ടൺ സിറ്റുവേഷനിലോട്ട് പോകുന്നത് കൊണ്ടിട്ട്, ഫോർ എക്സാമ്പിൾ ഗോൾഡ് അല്ലെങ്കിൽ യുക്രൈനും റഷ്യയും തമ്മിലൊരു മീറ്റിങ്ങിനകത്തൊക്കെ എങ്ങാനും സീസ് ഫയർ ആണ് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. എങ്ങാനും സീസ് ഫയറിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ ഗോൾഡിൽ, സെൻട്രൽ ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഗോൾഡിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, കുറച്ചും കൂടെ അൺസർട്ടൺ ആയിട്ടുള്ള അസറ്റ്സിൽ
ഇൻവെസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്താണ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അൺസർട്ടൺ സിറ്റുവേഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊളിറ്റിക്കലി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. സോ അതിൻ്റെ കൂടെ തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഗ്രീൻലാൻഡ് ഇഷ്യൂവിന് ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള സംസാരം ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ എന്താ പറയുക, താരിഫ് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം എന്താ പറയുക, കുറച്ചുകൂടെ സർട്ടൻ സിറ്റുവേഷനിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഗോൾഡിലുള്ള പ്രഷർ കുറച്ചും കൂടെ കുറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വേണം ട്രേഡിലോട്ട് മുന്നോട്ട് പോകാൻ. ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ അല്ലെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യാതെ ട്രേഡ് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെയാണ് എനിക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് മെയിനായിട്ടും പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും ഈ ഒരു ന്യൂസുകളിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ള നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങൾ. സോ കലണ്ടർ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച നോൺ ഫാം പേറോൾ ഉണ്ടായിരുന്നു, റീറ്റെയിൽ സെയിൽസ് ഉണ്ടായിരുന്നു, അതേപോലെ CPIയുടെ ഡേറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് റീറ്റെയിൽ സെയിൽസും അതേപോലെ തന്നെ നോൺ ഫാം പേറോളും ഭയങ്കര നല്ല ഒരു റിസൾട്ടാണ് US ഡോളറിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ എക്കണോമിക് പ്രകാരം എന്ത് സംഭവിക്കണം, ഗോൾഡ് താഴോട്ട് പോകണം അല്ലേ? സോ അതേപോലെ തന്നെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസും ഗോൾഡിന് ഉള്ള പ്രഷർ കുറയ്ക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ സൈഡിൽ ഈ നടക്കാൻ പോകുന്ന മീറ്റിങ്സും ഒരു സമാധാനത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ റേറ്റൊക്കെ ഒറ്റയടിക്കൊക്കെ താഴെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടിട്ട് തന്നെ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നേരെ നമ്മളുടെ ഇന്നത്തെ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് ആണ്. UK എന്ന് വരുന്ന ന്യൂസാണ് ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ന്യൂസാണ് ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച്. ഓക്കെ, സോ ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം പോലെ എത്ര പേര് ഈ ഒരു ആഴ്ച ഈ ഒരു മാസം ജോബ്ലെസ് ക്ലെയിമിന്, അതായത് ജോലി നഷ്ടപ്പെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ അകത്ത് ക്ലെയിമിന് പോയി എന്നുള്ളതാണ് മീറ്റിംഗ് പറയുന്നത്. സോ ഫോർകാസ്റ്റ് 22K, പ്രീവിയസ് വന്നിട്ട് 17K. സോ ഈ ഒരു നമ്പർ കുറഞ്ഞിരിക്കുകയാണ് വേണ്ടുന്നത്. നിങ്ങൾ നോക്കാൻ നേരത്തെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുകയാണ് വേണ്ടത്. കുറഞ്ഞിരുന്നാൽ GBPക്ക് നല്ലതാണ്, കൂടിയാലല്ല നല്ലത്, സാധാരണ ബാക്കിയുള്ള ഡേറ്റാസ് പോലെ അല്ല. ഓക്കെ, സോ കുറഞ്ഞിരിക്കുന്നതിൻ്റെ മീനിങ് എന്താണ്, കുറച്ച് ആൾക്കാരെ ക്ലെയിമിന് പോയുള്ളൂ. അതിൻ്റെ മീനിങ് എന്താണ്, കുറച്ച് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ഇന്ന് വൈകുന്നേരം വലിയ രീതിയിൽ ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. FOMC മെമ്പർ ബാർ സ്പീച്ച് 11:15 ആ ഒരു ന്യൂസ് വരുന്നത്. ഓക്കെ, സോ നാളത്തെ ന്യൂസും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവാം. നമുക്ക് നാളെ വൈകുന്നേരം കുറച്ചധികം ന്യൂസുകളുണ്ട്. കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട് 7 മണിക്ക്. ബിൽഡിംഗ് പെർമിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസുകൾ. ഓക്കെ, നാളെ രാത്രിയിൽ നമുക്ക് FOMC മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ, അത് രാത്രി 12 മണിക്ക് ശേഷമാണ്. അപ്പം നാളെ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും എന്നും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഗോൾഡ് ഇപ്പോൾ 4886. നമുക്ക് നേരെ JPYയിലോട്ട് തന്നെ പോവാം. JPY ഇന്നലെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എത്രയായിരുന്നു, 153.50 അവിടെ ട്രേഡ് എടുക്കുക, 153.40 അവിടെ വേണമെങ്കിലും ട്രേഡ് എടുക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് 154 മുകളിൽ ഇടണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഓപ്പർച്യൂണിറ്റി എടുത്ത എല്ലാ ആൾക്കാർക്കും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഒരു 70 പിപ്സിൻ്റെ 60 to 70 പിപ്സിൻ്റെ പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. ഓക്കെ, പ്രോഫിറ്റ് എടുത്ത് മാറണം എന്ന് പറയുന്നില്ല ഞാൻ. നിങ്ങൾ 1:1.5 റേഷ്യോ നിങ്ങൾ TP വെക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ നല്ല രീതിയിൽ വർക്കായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ബേസിക്കലി ഓപ്പർച്യൂണിറ്റി നമ്മളുടെ നമ്മളുടെ ഈ ഒരു USD JPYയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ക്യാൻഡിൽ 10:30 ക്യാൻഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 11:30 ക്യാൻഡിൽ 153 മുകളിലാണ് എങ്കിൽ നിങ്ങൾ ഇന്നലെ എടുത്ത ട്രേഡ് പ്രോഫിറ്റിൽ അവസാനിപ്പിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, താഴോട്ട് പോകുന്നത് വെയിറ്റ് ചെയ്യുക.
ഓക്കെ. സോ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അത് തന്നെയാണ്. 11:30-ക്കുള്ള ക്യാൻഡിൽ 153 മുകളിലായിട്ടാണ് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 152.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ അല്ലെങ്കിൽ 154 അവിടെ 4.50 അവിടെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് USD JPY പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ഇതാണ് എനിക്ക് USD JPY ഇന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നേരെ നമ്മൾ നമ്മുടെ GBP USDയിലോട്ട് പോകുമ്പോൾ GBP USD ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.3605 നിൽക്കുന്നു. ഓക്കെ. സോ ഇന്ന് മാർക്കറ്റ് ബേസിക്കലി ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ്, ഒരു ബെയറിഷ് സൈഡ് വൈസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അതുകൊണ്ടിട്ട് തന്നെ സെൽ ഓപ്പർച്യൂണിറ്റിയിലാണ് എനിക്ക് കൂടുതലും പറയാനായിട്ടുള്ളത്. സോ 1.3620 അവിടെ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.3660 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ. TP നമുക്ക് 1.3580 അവിടെ TP വെച്ച് പോകാം. ഇല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ. സോ ബൈ ഓപ്പർച്യൂണിറ്റി പറയുകയാണെങ്കിൽ 1.3500 അവിടെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. ഓക്കെ. ഇല്ലാത്ത പക്ഷം നമുക്കൊരു ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രം ബൈ ചെയ്യുക. അപ്പോൾ ഹോൾഡ് ചെയ്യുക. 1.3650 മുകളിലായിട്ട് 1.3650 ഈ ഒരു പോയിന്റിൻ്റെയൊക്കെ മുകളിലായിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ 1 അവർ ക്യാൻഡിൽ അല്ലെങ്കിൽ 4 അവർ ക്യാൻഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് 1.3610 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 1.3720 അവിടെയെങ്കിലും TP വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ. സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ 1.1839 മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ. യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ബേസിക്കലി ഒരു സ്ലൈറ്റായിട്ട് ബുള്ളിഷ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ യൂറോ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 1.1800 1.1810 ആ ലെവലിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നൊന്നും തെറ്റില്ല. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.1780 വെക്കാം. ഇല്ലാത്ത ആൾക്കാർക്ക് 1.1740 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ. TP നമുക്ക് 1:1.5 റേഷ്യോയിൽ വെക്കാം. ഇല്ലെങ്കിൽ 1.1900 നമുക്ക് TP വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ. സോ സെൽ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും ഞാൻ ജസ്റ്റ് പറയാം. 1.1920 1.1950 അവിടെ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഓക്കെ. ഓപ്ഷണലാണ്, പക്ഷേ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.1970 അവിടെ സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് 1.1850 അവിടെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ കറൻസി പെയറിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഗോൾഡിൻ്റെ ഓപ്പർച്യൂണിറ്റിയിലോട്ട് വരികയാണെങ്കിൽ 4885 നിൽക്കുന്നു. ഓക്കെ. സോ 4880 എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സോണാണ്. ഓക്കെ. ഇത് ബ്രേക്ക് ആയാൽ മാർക്കറ്റ് താഴെ പോകും. ഓക്കെ. ഇതങ്ങാണ് ബ്രേക്കായി അവിടെ ഹോൾഡ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമുക്കറിയണ്ട എത്ര വട്ടം ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. 4880 അവിടെ പ്രോപ്പറായിട്ട് അവിടെ ഒരു സപ്പോർട്ട് വരികയും അവിടുന്ന് നമുക്ക് മൂന്നാമത്തെ വട്ടമാണ് സപ്പോർട്ട് ഇതാവുന്നത്. ഇതിപ്പോൾ ഭയങ്കര നല്ലൊരു സപ്പോർട്ട് സോണാണ് 4880 എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ. സോ 11:30-ക്ക് ഉള്ള ക്യാൻഡിലും 4880 മുകളിലാണ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ. 4855 താഴെയായിട്ട് അല്ലെങ്കിൽ 50 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് 4880 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ചെറിയ ലോട്ട് സൈസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നില്ല ഗോൾഡിൽ, പക്ഷേ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ. ഇല്ലാത്ത പക്ഷം നമുക്ക് മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് നാളെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ. അപ്പോൾ ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയിലോട്ട് പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞ ധൈര്യമില്ല. സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ. ഓക്കെ. പക്ഷേ 4880 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഒരു $25 to $30 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെച്ച് വേണം ട്രേഡ് എടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബ്രോക്കേഴ്സ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. ഓക്കെ. സോ എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ. നമുക്ക് UK ബേസ് ചെയ്തിട്ടുള്ള
റെഗുലേഷൻ, അതേപോലെ UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷനൊക്കെ ഉള്ള ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ട്രേഡിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ എന്താ പറയുക, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റാറിൻ്റെ ലിങ്ക് ഉണ്ടാവും. UAEയിലുള്ള ആൾക്കാർക്ക് പ്രത്യേക ലിങ്കാണ്. സോ ആ ലിങ്ക് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലിങ്കിനകത്ത് കയറിയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്താ പറയുക, ഞാൻ നിങ്ങളുടെ പേഴ്സണലി ഒരു മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ 50% ഓഫർ ഫോർ ഫസ്റ്റ് $500 50% ഓഫറും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും, എപ്പോഴൊക്കെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോഴൊക്കെ നമുക്ക് 20% ബോണസും കമ്പനി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനിൽ നമ്മൾ ആളെ കാണുന്നവരെ എല്ലാവർക്കും goodbye.